മോദി സർക്കാരിനെതിരെ പ്രതിഷേധത്തിൽ സത്യാഗ്രഹ പന്തലിൽ ചരിത്രമെഴുതുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സത്യാഗ്രഹ പന്തലിൽ മന്ത്രിസഭാ യോഗം കൂടിയിരിക്കുന്നു. കൊൽക്കത്ത മെട്രോ ചാനലിനടുത്ത് പോലീസ് ഔട്ട്പോസ്റ്റിലാണ് ബംഗാൾ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം കൂടിയത്. സംസ്ഥാന ബജറ്റ് അവതരണത്തിന് മന്ത്രിസഭയുടെ അനുമതി തേടുന്ന യോഗമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ബജറ്റ് അവതരണത്തിന് ധനമന്ത്രി അമിത് മിശ്രയ്ക്ക് അനുമതി നൽകി യോഗം പിരിഞ്ഞതോടെ മമത ധർണാവേദിയിൽ തിരിച്ചെത്തി. ത്രിവർണ്ണ നിറത്തിലുള്ള തുണി ചുറ്റിയ മുകൾ ഭാഗത്ത് സേവ് ഇന്ത്യ എന്ന മുദ്രാവാക്യം എഴുതിയ പന്തലിലാണ് മമത സത്യാഗ്രഹം ഇരിക്കുന്നത്. പശ്ചാത്തലത്തിൽ നാശത്തിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയെ രക്ഷിക്കൂ, ഫെഡറൽ സംവിധാനത്തെ രക്ഷിക്കൂ, പോലീസ് സിവിൽ സർവീസ് സംവിധാനത്തെ രക്ഷിക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിൽ അവിടെ പോകാനോ സംസ്ഥാന ബജറ്റ് അവതരണത്തിൽ പങ്കെടുക്കാനോ മമത തയ്യാറായില്ല. മുഖ്യമന്ത്രിക്കൊപ്പം സംസ്ഥാന പോലീസ് സുരക്ഷാ ഉപദേഷ്ടാവ് സുർജിത് കൗർ പുർഗായസ്ത, ആരോപണ വിധേയനായ പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ തുടങ്ങിയവരും ധർണയിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിൻ്റേതായാലും പാർട്ടിയുടേതായാലും ഒരു പരിപാടിക്കും ധർണ തീരുന്നതുവരെ പോകുന്നില്ലെന്നാണ് മമതയുടെ തീരുമാനം. തിങ്കളാഴ്ച തൃണമൂൽ കോൺഗ്രസിന്റെ കർഷക സംഘടനയുടെ യോഗം വീഡിയോ കോൺഫറൻസിലൂടെയാണ് മമത ഉദ്ഘാടനം ചെയ്തത്. മികച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെഡലുകൾ നൽകുന്ന ചടങ്ങ് മമതയുടെ സൗകര്യത്തിനായി വേദിയുടെ സമീപം തന്നെ സംഘടിപ്പിച്ചു. ധർണ വെള്ളിയാഴ്ച വരെ തുടരുമെന്നും ശനിയാഴ്ച വിദ്യാർത്ഥികൾക്ക് പരീക്ഷ തുടങ്ങുന്ന സാഹചര്യത്തിലാണ് അവസാനിപ്പിക്കുന്നതെന്നും അവർ അറിയിച്ചു. ബംഗാൾ സർക്കാരും CBIയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും CBI നൽകിയ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. മമതാ സർക്കാരിനെതിരെയുള്ള അന്വേഷണത്തിന് കോടതിയുടെ ഇടപെടൽ വേണമെന്നാണ് CBIയുടെ ആവശ്യം. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ ശാരദ ചിട്ടി തട്ടിപ്പ് കേസിലെ പല രേഖകളും നശിപ്പിച്ചുവെന്ന് CBI ആരോപിക്കുന്നു. അതിന് കമ്മീഷണറെ ചോദ്യം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അതിനിടെ കൊൽക്കത്തയുടെ ചുമതലയുള്ള CBI ജോയിന്റ് ഡയറക്ടർ പങ്കജ് ശ്രീവാസ്തവയ്ക്കെതിരെ കൊൽക്കത്ത പോലീസ് സമൻസ് അയച്ചു. തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് സമൻസ് അയച്ചിരിക്കുന്നത്. CBI ഉദ്യോഗസ്ഥർക്കെതിരായ കേസുകൾ വേഗത്തിലാക്കാൻ മമതാ ബാനർജി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറിക്കും DGPക്കും കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്കുമെതിരെയുള്ള കോടതിയലക്ഷ്യ ഹർജിയും CBI നൽകിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത് പരിഗണിക്കുക. സംഭവത്തിൽ ബംഗാൾ ഗവർണർ കേസരിനാഥ് ത്രിപാഠി ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് കേന്ദ്രം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടി.